ഡോക്ടറെ നമ്മൾ റീസെൻ്റ്ലി ചെയ്ത സ്മൈൽ കേസസിന് ആദ്യം തന്നെ നമ്മൾ ഫ്രെനക്ടമിയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്? നമ്മുടെ ആ സ്മൈൽ കേസ് അസസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഗ്യാപ്പായിരുന്നല്ലോ അവരുടെ കംപ്ലയിൻറ്റ്. അതെ. അപ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ നോക്കണം, എന്തുകൊണ്ടാണ് ആ ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഈ കേസിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത കേസിൽ ഹൈ ഫ്രീനൽ അറ്റാച്ച്മെൻറ്റ്. ഫ്രീനം എന്ന് പറഞ്ഞാൽ ഫോൾഡ് ഓഫ് ടിഷ്യൂ കണക്റ്റിംഗ് ടു, അതായത് നമ്മൾ ഈ ലിപ്പിനെയും നമ്മുടെ രണ്ട് മുൻവശത്തെ പല്ലുകൾക്കിടയിലും കണക്ട് ചെയ്യുന്ന ആ ടിഷ്യൂ, അതാണ് നമ്മുടെ ലേബിയൽ ഫ്രീനം. ആ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര തിക്കും ഹൈ ഫ്രീനൽ അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് ആ പേഷ്യൻറ്റിന് ആ ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ എന്തൊരു പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നതിന് മുന്നേയും നമ്മളത് ഫ്രീനക്ടമി ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ച് ആ ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളത് ആദ്യമായിട്ട് ഫ്രീനക്ടമിയാണ് അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. എന്നിട്ട് പിന്നെ നമ്മൾ എസ്തെറ്റിക് കറക്ഷൻ, അതാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഫ്രെനക്ടമി ചെയ്യുന്നത്? അപ്പോൾ നമ്മളുടെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതായത് ഫ്രണ്ട് ടൂത്ത് ഗ്യാപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഫ്രീനൽ അറ്റാച്ച്മെൻറ്റ് നമുക്കുള്ളത് താഴത്തെ നാവിൻ്റെ ഗ്യാപ്പിൽ, അതായത് ലിംഗ്വൽ ഫ്രീനം. ആ സിറ്റുവേഷൻ പൊതുവേ ഉണ്ടാവുക നമ്മൾ ചെറിയ മക്കളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചില മക്കൾക്ക് ഈ സ്പീച്ചിനൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ടങ് ടൈ എന്ന് പറയും. അതായത് ഈ ഫ്രീനൽ അറ്റാച്ച്മെൻറ്റ് ഫ്ലോർ ഓഫ് ദി മൗത്തും ടങ്ങും തമ്മിൽ ടിപ്പും തമ്മിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ചില അക്ഷരങ്ങളൊന്നും കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെറിയ ബേബീസ് ആയ സമയത്ത് ഈ സക്ലിംഗ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് സമയത്തും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീനൽ അറ്റാച്ച്മെൻറ്റ് റിലീവ് ചെയ്ത് കൊടുക്കാറുണ്ട്. യൂഷ്വലി നമുക്ക് ലിംഗ്വൽ ഫ്രീനംസ് ടങ് ടൈ സിറ്റുവേഷനിൽ ഒഴിവാക്കാം. മുകളിലത്തെ പോലെ തന്നെ നമുക്ക് താഴെയും ലേബിയൽ ഫ്രീനംസ് ഉണ്ട്, അതായത് മുൻവശത്ത് ഉള്ള ഫ്രീനം. അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് താഴത്തെ പല്ലുകൾക്കിടയിലാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് കൊണ്ട് നമുക്ക് മോണ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ആ ഫ്രീനക്ടമിയിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ നമുക്കിവിടെ നമ്മൾ 2 രീതിയിൽ ഫ്രെനക്ടമി ചെയ്യുന്നു. അതെന്താ അങ്ങനെ? അതായത് കൺവെൻഷണൽ മെത്തേഡായിട്ടുള്ള സ്കാൽപ്പൽ സർജിക്കൽ മെത്തേഡിലാണ് നമ്മൾ പണ്ട് മുതലേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലേസർ ന്യൂവർ ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലേസർ ഫ്രെനക്ടമിയും ചെയ്യാം, സ്കാൽപ്പലും ചെയ്യാം. രണ്ടിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലേസറാണ് പൊതുവേ ആൾക്കാർക്ക് കുറച്ച് കംഫർട്ട്, അതായത് കുറച്ച് ബ്ലീഡിങ്ങും കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി പെയിനും കുറവായിരിക്കും. എന്നാൽ ചില കേസസ്, അതായത് ഹൈ തിക്ക് ആൻഡ് ഫൈബർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പൽ തന്നെ ചെയ്യുകയാണ് മച്ച് ബെറ്റർ. കാരണം ചില സിറ്റുവേഷൻസിൽ റെക്കറൻസ് ഉണ്ടാവും. ഫ്രീനൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾ കട്ട് ചെയ്താലും മുഴുവൻ ഫൈബേഴ്സ് കട്ടായിട്ടില്ലെങ്കിൽ തിരിച്ചും അതുപോലെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിൽ നമ്മൾ സ്കാൽപ്പലാണ് കുറച്ചുകൂടി പ്രിഫേർഡ്.